ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയെ ജോഡി ചേർക്കുക, അല്ലെ, ജോഡിയാക്കുക. ഏതൊക്കെയാണ്? വളരെ സിമ്പിൾ ആണ്, വളരെ ഫെമിലിയർ ആണ്. ഇന്ത്യൻ പൗരത്വം, ഇരട്ട പൗരത്വം, പൗരത്വ നിയമം, മദർ തെരേസ. ഏതാണ്? ഏതാണ്? വേഗം പറഞ്ഞേ. ഇവിടെ നമ്മുടെ പുലിക്കുട്ടികള്, സജിത്തെ, ശ്രീജ, വേഗം ഒന്ന് ആൻസർ ചെയ്ത് അയച്ചു നോക്കട്ടെ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? നോക്കൂ, ഇന്ത്യൻ പൗരത്വം. എങ്ങനെയാണ്? ഇന്ത്യൻ പൗരത്വം ഏക പൗരത്വമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇരട്ട പൗരത്വം എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇരട്ട പൗരത്വം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ്. പൗരത്വ നിയമം 1955, മദർ തെരേസ 1951 ചിരകാല അധിവാസം മൂലം ഇന്ത്യൻ പൗരത്വം ലഭിച്ച വ്യക്തിയാണ്, ആദരണീയയായ വ്യക്തിയാണ് മദർ തെരേസ. ഉറപ്പല്ലേ? ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം, അല്ലെ? 1D 2C 3B 4A. കിട്ടിയല്ലോ. ഇന്ത്യൻ പൗരത്വം ഏക പൗരത്വമാണ്, ഇരട്ട പൗരത്വം LM സിംഗ്വി കമ്മിറ്റിയാണ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. പൗരത്വ നിയമം 1955 നിലവിൽ വന്നു. മദർ തെരേസ ചിരകാല അധിവാസം കൊണ്ട് ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. നമുക്ക് ഇനി കുറച്ച് കമ്പ്യൂട്ടർ കൂടി പഠിക്കാവേ, അല്ലേ? നമ്മളെല്ലാം പഠിക്കും ഒരു ദിവസം. കമ്പ്യൂട്ടർ പഠിക്കും, മാത്സ് പഠിക്കും, എല്ലാ സബ്ജക്റ്റും പഠിക്കും, അല്ലേ? കമ്പ്യൂട്ടർ പഠിക്കാലോ. അടുത്ത ചോദ്യം, ഒരു കെട്ടിടത്തിലോ ക്യാമ്പസിലോ ഉള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ പദം എന്താണ്? എന്താണ്? ഒരു കെട്ടിടത്തിലോ അതുപോലെ തന്നെ ഒരു ക്യാമ്പസിലോ ഉള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ പദം എന്തു പേരിൽ അറിയപ്പെടുന്നു? എന്ത് പേരിൽ അറിയപ്പെടുന്നു? LAN എന്നറിയപ്പെടുന്നു, അല്ലെ? ഏതാണ് LAN എന്ന് പറയുന്നത്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് LAN എന്ന് പറയുന്നത്, അല്ലെ? എന്താണ് LAN? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്, അല്ലെ? എന്താണ് MAN? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് MAN. എന്താണ് PAN? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് PAN. എന്താണ് WAN? WAN എന്താണ്? WAN വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്, അല്ലെ? അപ്പൊ ഇതിൽ ഒരു കെട്ടിടത്തിന്റെയോ അല്ലെങ്കിൽ ക്യാമ്പസിലോ ഉള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് LAN. സ്കൂളുകൾ, ഓഫീസുകൾ, താമസ സ്ഥലങ്ങൾ തുടങ്ങിയ ചെറിയ പ്രദേശങ്ങളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചെറിയൊരു നെറ്റ്വർക്ക് ആണ് ഈ പറയുന്ന LAN എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് LAN ഉപയോക്താക്കളെ കമ്പ്യൂട്ടർ പ്രോഗ്രാമും ഡാറ്റയും പങ്കിടാനായിട്ട് അനുവദിക്കുന്നത്? ഏതാണ്? ഫയൽ സെർവർ ആണോ, നെറ്റ്വർക്ക് ആണോ, കമ്മ്യൂണിക്കേഷൻ സെർവർ ആണോ, പ്രിന്റ് സെർവർ ആണോ? ഏതാണ് ഇതില്? ഒരു ഫയൽ സെർവറിനെയും LAN ആ പ്രോഗ്രാം ഡാറ്റയെയും പങ്കിടാൻ അനുവദിക്കുന്നതാണ് ഏത്? കിട്ടിയോ? ഓപ്ഷൻ എ ആണ് കേട്ടോ നമ്മുടെ ശരി ഉത്തരം, ഫയൽ സെർവർ. അപ്പൊ ഫയൽ സെർവർ LAN ഉപയോക്താക്കളെയും കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഡാറ്റയെയും തമ്മിൽ പങ്കിടാനായിട്ട് അനുവദിക്കുന്ന ഒരു മാധ്യമമാണ്, അല്ലെ? അത് മാത്രമല്ല, ട്രാൻസ്ഫറിനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് കൈമാറുന്ന ട്രാൻസ്ഫറിനുള്ള ഒരു ഏകകമായിട്ട് പ്രവർത്തിക്കുന്നതും എന്ത് തന്നെയാണ്? ഈ പറയുന്ന ഫയൽ സെർവർ തന്നെയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്ക് ഏതാണെന്ന് കണ്ടെത്തുക, അല്ലെ? നോക്കൂ, സൂചന 1, രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളെയും ലോകമാസകലം വ്യാപിച്ചു കിടക്കുന്നു. കിട്ടിയെന്ന് വിചാരിക്കുന്നു. വേഗത കുറവാണ്, വിനിമയ ഒരു നെറ്റ്വർക്കാണിത്. ATM, റെയിൽവേ, സാറ്റലൈറ്റ്, ഇതെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. LAN-ഉം WAN-ഉം MAN-ഉം ഒക്കെ ആയിട്ടൊന്ന് ആലോചിച്ചേ. WAN ആണ് ശരി ഉത്തരം. WAN എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അല്ലെ? നമുക്ക് ഈ ഫസ്റ്റ് ക്ലൂ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ലോകമാസകലം പറഞ്ഞപ്പോൾ തന്നെ കിട്ടിയെന്ന് വിചാരിച്ചു ഞാന്. ഓക്കെ, എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതാണ് എന്തെന്ന് പറയുന്നത്? WAN എന്ന് പറയുന്നത്, അല്ലെ? WAN ആണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്, അല്ലെ? അതായത് 100 കിലോമീറ്ററിനപ്പുറവും പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്നു. ഇന്റർനെറ്റ് ഇല്ലേ, ഇന്റർനെറ്റ് ഒക്കെ ഈ WAN-ന്റെ ഉദാഹരണങ്ങൾ വരും ട്ടാ. ഓക്കെ അല്ലേ?
ലാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം പരിധി, ഒരു വ്യക്തിയുടെ പരിധി മാത്രമേ ഉള്ളൂ. ഒരു 10 മീറ്ററോ അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പാനും വ്യക്തിയുടെ പരിധിയാണ്. അതുപോലെ മാൻ മെട്രോപൊളിറ്റൻ ആണ്. ഒരു സാമാന്യ വേഗതയും അതുപോലെ തന്നെ സാമാന്യമായിട്ടുള്ള ഒരു കണക്ടിവിറ്റിയും ഉണ്ടാകുന്നതാണ് ഈ ഒരു മാൻ എന്ന് പറയുന്നത്. കാരണം മെട്രോപൊളിറ്റൻ അല്ലേ, അതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ആയിരിക്കും. ആദ്യത്തെ നെറ്റ്വർക്കിന്റെ പേര് എന്താണ്? ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വൈറ്റ് കോമൺ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏതാണ് ആദ്യത്തെ നെറ്റ്വർക്ക്? ഏതാണ് ഈ പറഞ്ഞതില്? ആദ്യത്തെ നെറ്റ്വർക്ക് ആണ് അർപ്പാനെറ്റ് അല്ലെ. അർപ്പാനെറ്റ് എന്താണ്? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക് അല്ലെ. അഡ്വാൻസ്ഡ് റിസർച്ച് ഏജൻസി നെറ്റ്വർക്കിനെയാണ് അർപ്പാനെറ്റ് എന്ന് പറയുന്നത് അല്ലെ. 1969 TCP IP പ്രോട്ടോകോളുകൾ ആദ്യമായിട്ട് ഉപയോഗിച്ച നെറ്റ്വർക്ക് കൂടിയാണ് ഇതെന്ന് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്റർനെറ്റിനുള്ള നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾ എന്ന് അറിയപ്പെടുന്നത്? ഏതാണ് ഇതിൽ ഇന്റർനെറ്റിന്റെ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോള്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണോ? ഫയൽ ട്രാൻസ്ഫർ ആണോ? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണോ? ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഇന്റർനെറ്റ്. അതായത് നെറ്റ്വർക്ക് ലെയറുകളിലെ നിരവധി പ്രോട്ടോകോൾ ഉണ്ട് അല്ലെ. IP, ICMP, CLNP, ARP, HRSP ഇതൊക്കെ എന്താണ്? ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോട്ടോകോളുകളാണ്. നമ്മുടെ ചോദ്യം എന്താണ്? ഇന്റർനെറ്റിനുള്ള നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ഏതാണെന്നാണ്. അതേതാണ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് നെറ്റ്വർക്ക് എഡ്ജ് ഉപകരണം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് നെറ്റ്വർക്ക് എഡ്ജ് ഉപകരണം അല്ലാത്തത് ഏതാണ്? ഏതാണ് നെറ്റ്വർക്ക് എഡ്ജ് ഉപകരണം അല്ലാത്തത്? എന്താണ് നെറ്റ്വർക്ക് എഡ്ജ് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാല്? അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് ഈ വെബ് ബ്രൗസർ പോലെയുള്ള ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഹോസ്റ്റ് സിസ്റ്റത്തിനെയാണ് നെറ്റ്വർക്ക് എഡ്ജ് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ അതല്ലാത്തത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. സ്വിച്ച് മാത്രമാണ് നെറ്റ്വർക്ക് എഡ്ജ് ഉപകരണം അല്ലാത്തത്. PC, സ്മാർട്ട് ഫോണ്, സെർവർ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നെറ്റ്വർക്ക് എഡ്ജ് ഉപകരണങ്ങളാണ് അല്ലെ. സ്വിച്ചിന് ഒരു ഹോസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല എങ്കിൽ പോലും നെറ്റ്വർക്കിന് ആശയവിനിമയം കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്ര ഉപകരണമായി തന്നെ എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? സ്വിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഉപകരണങ്ങളിൽ പരസ്പരം ബന്ധിപ്പിക്കാവുന്ന ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്ന ആ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ട്രോപ്പോളജി ഇല്ല, ടോപ്പോളജി ആണ് കേട്ടോ. നെറ്റ്വർക്ക് ടോപ്പോളജികളാണ് ഏതൊക്കെയാണ്? മെഷ്, റിംഗ്, സ്റ്റാർ, ട്രീ. ഏതാണ്? ഓപ്ഷൻ ബി ശരി ഉത്തരാണ്. സ്റ്റാർ എന്താണ്? ഭൗതികമായി കമ്പ്യൂട്ടറിനെ പരസ്പരം ബന്ധിക്കുന്ന ആ ഒരു ശൃംഖലയെ, ആ രീതിനെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത്. ഈ പറയുന്ന മെഷ് ആണെങ്കിലും റിംഗ് ആണെങ്കിലും ട്രീ ആണെങ്കിലും ഇനി ബസ് ആണെങ്കിലും എല്ലാം എന്താണ്? ഈ ടോപ്പോളജിക്ക് ഉദാഹരണങ്ങളാണ് അല്ലെ. അതിൽ സ്റ്റാർ എന്ന് പറഞ്ഞാല് ഓരോ നോഡും കമ്പ്യൂട്ടറിലേക്ക് നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനെ നമ്മൾ എന്ത് പറയണത്? സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, URL-ന്റെ പൂർണ്ണ രൂപം എഴുതുക. URL ഇതൊരു നല്ല കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയോ പരീക്ഷയ്ക്ക് ആവർത്തിച്ചൊരു ചോദ്യം കൂടിയാണ്. URL എന്താണ്? URL ഇന്റർനെറ്റിലെ എല്ലാ വിഭാഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള URL ഉണ്ട് അല്ലെ. ചിലപ്പോ അത് അക്ഷരങ്ങളാകാം, അക്കങ്ങളാകാം, ചിഹ്നങ്ങളാകാം അല്ലെ. ഏതാണ് URL എന്ന് പറഞ്ഞാൽ? എന്താണ് URL-ന്റെ ഫുൾ ഫോം? ഏതാണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണോ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് കണക്ക് പഠിക്കാം കേട്ടാ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മാത്സ് ഉണ്ട്, അതും കൂടി ഒന്ന് നമുക്ക് പഠിക്കാം. ശതമാനമല്ലേ നമ്മൾ ഇന്ന് മാത്സിൽ പഠിക്കാൻ പോണ ടോപ്പിക്? ഏതാണ് നമ്മൾ ഇന്ന് മാത്സിൽ പഠിക്കാൻ പോണ ടോപ്പിക്? ശതമാനമാണ്. നോക്കിക്കോളൂ, ആദ്യത്തെ ചോദ്യം, 9/25 ശതമാനമാക്കിയിട്ട് എഴുതുക. നമുക്കറിയാം ഭിന്നസംഖ്യയെ ശതമാനമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
ഭിന്നസംഖ്യയെ ശതമാനമാക്കാനായിട്ട് ഭിന്നസംഖ്യയെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ? അപ്പൊ 9/25 × 100 ചെയ്യുക. എന്ത് കിട്ടും? ഇത് എങ്ങനെ വെട്ടാ? 9×4 36%. ഉറപ്പല്ലേ? അപ്പൊ 9/25 എന്ന് പറയുന്നത് എത്ര ശതമാനത്തിന് തുല്യമാണ്? 36% തുല്യമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറയാണ്, മറ്റുള്ള സബ്ജക്റ്റുകളെ പോലെ നമുക്ക് അങ്ങനെ മാത്സ് വെറുതെ വായുവിൽ ചെയ്യാണ്ട് നിങ്ങൾ ഒരു പേനയും പേപ്പറൊക്കെ എടുത്ത് എവിടെയെങ്കിലും ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. നോക്കിക്കോളൂ അടുത്ത ചോദ്യം. ഒരു കുട്ടിക്ക് എല്ലാ വിഷയങ്ങൾക്കും കൂടി കിട്ടിയ ആകെ മാർക്ക് 600-ൽ 450 ആണ്. ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് എത്ര ശതമാനമാണ്? അല്ലെ, ആ കുട്ടി എന്താണ് നോക്കൂ, അതായത് ആ കുട്ടിക്ക് എത്ര കിട്ടി? അതായത് എല്ലാ സബ്ജക്റ്റും കൂടിയുള്ള ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 600 ആണ് അല്ലെ. ഇനി ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? ടോട്ടൽ 600 ആണ് അല്ലെ. ആ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി? കുട്ടിക്ക് കിട്ടിയ മാർക്ക് 450 ആണ്. ചോദ്യം എന്താണ്? ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് എത്ര ശതമാനമാണ് എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? അതായത് 600 എന്ന് പറയുന്ന ആ ടോട്ടൽ മാർക്കിന്റെ ശതമാനമാണ് 450. ഇത്രയും മനസ്സിലായില്ലേ? ഉറപ്പല്ലേ? 600-ൽ 450 മാർക്ക്, അത് എത്രയോ ശതമാനമാണ് 450. കിട്ടിയല്ലോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. അതിന് എന്ത് ചെയ്താൽ മതി? 450 × 100 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യുക? 600. ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടും? എത്ര നമുക്ക് ആൻസർ കിട്ടുന്നത്? 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടും നമുക്ക് ആൻസർ? ആൻസർ 75% കിട്ടും. ഓപ്ഷനിൽ ഉണ്ടാ 75 എന്നുള്ള ഉത്തരം ഉണ്ടോ? ഉണ്ട് അല്ലെ. ഓപ്ഷൻ സി ആണ് 75 ആണ് നമ്മുടെ ശരിയുത്തരം. സി. കുറെ പേര് ശരിയുത്തരം പറഞ്ഞു കേട്ടാ. അടുത്ത ചോദ്യം, അടുത്ത പ്രോബ്ലം. 60-ന്റെ 15%-വും 80-ന്റെ 45%-വും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എത്രയാണ്? അല്ലെ. ചോദ്യം വളരെ സിമ്പിൾ ആണ്. വ്യക്തമല്ലേ ചോദ്യം? അതായത് നോക്കൂ, 60-ന്റെ 15% എന്ന് പറയുമ്പോൾ 60 × 15 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 80-ന്റെ 45% എന്ന് പറയുമ്പോൾ 80 × 45 ഡിവൈഡഡ് ബൈ 100. ഉറപ്പല്ലേ? ഇത് ചെയ്താ പോരെ? ഇനി ഇത് പ്രോബ്ലം ചെയ്താൽ ആൻസർ കിട്ടില്ലേ? എത്രയാണ് ആൻസർ കിട്ടുക അല്ലെ? 60 × 15 ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ചെയ്യുക? 100 ചെയ്യുക. 80 × 45 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യുക? 100 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 60 × 15 ചെയ്യുന്ന സമയത്ത് 900 കിട്ടും. ഡിവൈഡഡ് ബൈ 100 9 ആണ് കിട്ടുക. ഇവിടെ 80 × 45 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3600 കിട്ടും. ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 336 കിട്ടും അല്ലെ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 36-ഉം അതുപോലെ തന്നെ 9-ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? നമ്മുടെ ആൻസർ 45 ആണ്. ഏതാണ് ഇതിൽ ശരിയുത്തരം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരം. എത്രയാണ്? 45. അടുത്ത ചോദ്യം. 15,000 രൂപ ശമ്പളമുള്ള ഒരാളുടെ ശമ്പളത്തിൽ 20% വർധനവുണ്ടായാൽ ഇപ്പോഴത്തെ ശമ്പളം എത്രയാണ്? അല്ലെ. നമ്മൾ ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുക? അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണേ. അപ്പൊ ആ ഒരു വ്യക്തിക്ക് എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് 15,000 രൂപ ശമ്പളം ഉണ്ട്. എത്ര രൂപയുണ്ട്? 15,000 രൂപ. അതിൽ എത്ര ശതമാനം വർധനവാണ്? ശതമാനം വ്യക്തമായി തന്നിട്ടുണ്ട്. 20% വർധനവാണ് ഉണ്ടാകുന്നത് അല്ലേ. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര രൂപ വർധനവുണ്ടാകും? ഇവിടെ നിന്ന് ഒരു 0, ഇവിടെ നിന്ന് ഒരു 0 ക്യാൻസൽ ചെയ്യുക. 1500 × 2 എത്ര കിട്ടി? 3000 രൂപയാണ് അദ്ദേഹത്തിന്റെ വർധനവുണ്ടായത്. വർധനവുണ്ടായത് 3000 രൂപയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സാലറി എത്രയാണ്? 15,000 രൂപ അല്ലെ. പ്ലസ് നമുക്ക് എത്ര കൂടി കൂട്ടിയാ മതി? ഈ 3000 രൂപ കൂട്ടുക. അപ്പൊ എത്ര കിട്ടും?
18,000 രൂപ. ഓപ്ഷനിലുണ്ടോ 18,000? ഓപ്ഷൻ എ ആണ്, 18,000 ആണ് ശരി ഉത്തരം. കിട്ടിയല്ലോ? യെസ്, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 150 രൂപ വിലയുള്ള ഒരു സാധനത്തിന്റെ വില 180 രൂപയായിട്ട് വർദ്ധിച്ചു. എന്നാൽ ഈ വില വർധനവ് എത്ര ശതമാനമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ചോദ്യം വ്യക്തമല്ലേ? അതായത് ഒരു സാധനത്തിന് 150 രൂപ ഉണ്ടായിരുന്നേ, അത് 180 രൂപയായിട്ട് ഇപ്പോ വില വർദ്ധിച്ചു അതിന്റെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വില വർധനവ് നമ്മൾ വ്യത്യാസം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് 150 ചെയ്യുമ്പോൾ 30 രൂപ എന്ന് കിട്ടി. എന്താണ് ഈ 30 രൂപ? വർധനവാണ്, അതായത് വിലയിൽ ഉണ്ടായ വർധനവാണ് 30 രൂപ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് കാണണം? നമ്മൾ ചോദ്യം എന്താണ്? വില വർധനവ് എത്ര ശതമാനമാണെന്ന് കാണണം അല്ലേ? അപ്പോ 150 രൂപയല്ലേ 180 രൂപയായിട്ട് മാറിയത്. അപ്പൊ 150 ആണ് നമ്മളുടെ ബേസ്. ഓക്കെ, അപ്പൊ ആ 150 രൂപയുടെ എക്സ് ശതമാനമാണ് എന്ത്? ഈ പറയുന്ന 30 രൂപ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ് കണ്ടൂടെ? എക്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് കാണാനായിട്ട് 100 × 30 ഡിവൈഡഡ് ബൈ 150 ചെയ്താൽ മതി. ചെയ്താ പോരെ? എത്ര കിട്ടും? 100 × 30 ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ 150. സിമ്പിൾ അല്ലേ? എത്രയാണ് നമ്മുടെ ആൻസർ വരുന്നത്? 20% അല്ലെ? 20% നമുക്ക് ആൻസർ കിട്ടും അല്ലെ? 10 × 30 300 കിട്ടും, ബൈ 15 ചെയ്യുമ്പോൾ 20 കിട്ടും. അപ്പൊ ഏതാണ് ശരി ഉത്തരം? 20%. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? ഓക്കെ, അടുത്ത ചോദ്യം, 60ന്റെ 10% 6 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടുന്നത് 360 ആണ് എങ്കിൽ 360ന്റെ എത്ര ശതമാനമാണ് അല്ലെ? ആദ്യം നമ്മൾ എന്ത് കാണണം ഇതിൽ നിന്ന്? നോക്കൂ, ആദ്യം നമ്മൾ എന്താ കാണേണ്ടത്? 60ന്റെ 10% കാണുക. അപ്പൊ 60 × 10/100 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 6 എന്ന് കിട്ടി. ഇനി ഈ അതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 360ന്റെ എത്ര ശതമാനമാണ്? അപ്പൊ ഇതിനെ 6 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാല് 6 × 6 6 36 അല്ലേ? 36 കിട്ടി. ഇതുവരെ ഓക്കെ അല്ലേ? ഈ ഗുണിച്ചാൽ കിട്ടുന്നത് 360ന്റെ എത്ര ശതമാനമാണ് അല്ലെ? അപ്പോ 360 എന്ന് പറയുന്ന സംഖ്യയുടെ എക്സ് ശതമാനമാണ് എന്ത്? ഈ 36 അല്ലെ? അപ്പൊ നമ്മൾ ഇനി എക്സ് കണ്ടുപിടിക്കണ്ടേ? ഈസി അല്ലേ? എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 × 36 ഡിവൈഡഡ് ബൈ 360 പോരെ? ഇങ്ങനെ ചെയ്താൽ പോരെ? എത്ര നമുക്ക് ആൻസർ കിട്ടും? എത്രയാ നമുക്ക് ആൻസർ കിട്ടുക? എവിടെ എത്രയാ നമുക്ക് ആൻസർ കിട്ടുന്നത്? 36 പോയി 10 നമ്മുടെ ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ? 10 ഉണ്ട് അല്ലെ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 60% എന്ന് പറയുന്നത് 360 ആയാൽ ആ സംഖ്യ ഏതാണ്? ഒരു സംഖ്യ അല്ലെ? ആ സംഖ്യ എക്സ് എന്ന് നമുക്ക് എടുക്കാം. ഒരു സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലെ? എക്സ് ആണ്. ആ സംഖ്യയുടെ 60% 360. ഈ എക്സിന്റെ 60%. അപ്പൊ ഈ എക്സിന്റെ 60% സമം എത്രയാണ്? 360. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് കണ്ടൂടെ? എക്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് കാണാനായിട്ട് ഈ 360 × 100 ഡിവൈഡ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ? ഡയറക്റ്റ് ചെയ്താൽ പോരെ? എക്സ് കാണാനായിട്ട് 360 × 100 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. പോരെ? ചെയ്താ പോരെ? അപ്പൊ എന്ത് ആൻസർ കിട്ടും നമുക്ക്? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും 600 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. 600 അല്ലെ? എങ്ങനെയാ 600 കിട്ടിയത്? 6 6 36. 6 × 100 എത്രയാണ്? 600. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അടുത്ത ചോദ്യം, ഒരാളുടെ ശമ്പളം 30% വർദ്ധിച്ചതിന് ശേഷം 30% കുറഞ്ഞു. ഇപ്പോൾ അയാളുടെ ശമ്പളത്തിൽ ആദ്യ ശമ്പളത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് അല്ലെങ്കിൽ എത്ര ശതമാനം കുറവാണ് സംഭവിച്ചത് അല്ലെ?
ഇങ്ങനെ കുറഞ്ഞ് കൂടി, അതായത് ഒരേ ശതമാനം തന്നെ കൂടുകയും ചെയ്തു കുറയുകയും ചെയ്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മള് X% തന്നെ, അപ്പൊ ഇതിൽ ഒരേ പെർസെന്റേജ് അല്ലേ 30 X% തന്നെ കൂടി, പിന്നീട് ഈ പറയുന്ന X% തന്നെ കുറഞ്ഞു അല്ലേ, ഇങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് X² ഡിവൈഡഡ് ബൈ 100 ചെയ്താല് മതിയാകും. എന്ത് ചെയ്താ മതി? X² ഡിവൈഡഡ് ബൈ 100 ചെയ്താ മതി. ഇവിടെ ഏതാണ് X²? X ഏതാണ് ഇതില്? 30 ആണല്ലേ. അപ്പൊ X² എന്ന് പറയുമ്പോൾ 30 × 30 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? എത്രയാ കിട്ടുക? 9 ഉണ്ടോ ഓപ്ഷനില്? ഓപ്ഷനില് 9 ഉണ്ട്. 9 എന്താ കിട്ടുന്നത്? എന്ത് വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വ്യത്യാസം എന്താണ്? കുറവാണ്. അപ്പൊ എന്താണ്? 9% കുറവാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം അല്ലേ. അടുത്ത ചോദ്യം, ഒരു 2 ചോദ്യം കൂടി ഉള്ളൂ കേട്ടോ, അതോട് കഴിഞ്ഞേ. ഒരു ചതുരത്തിന്റെ നീളം 20% വർദ്ധിക്കുകയും 10% കുറയ്ക്കുകയും ചെയ്താൽ അതിന്റെ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും? എത്ര ശതമാനമാണ് വർദ്ധിക്കുക? അതായത് ഒരു കാര്യം ഒന്ന് കൂടുന്നു ഒന്ന് കുറയുന്നു എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമുക്ക് ഇവിടെ എക്സും വൈയും എടുക്കാം. ഇവിടെ നീളം 20% കൂടുന്നു, വീതി 10% കുറയുകയാണ് അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്ന ഒരു ഫോർമുല ഇവിടെ യൂസ് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രോബ്ലം, ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ടാണ്. എക്സ് വൈ, അതായത് ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞു, വ്യത്യസ്ത പെർസെന്റേജും അല്ലേ, അതുകൊണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ അതിന് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക? 20 ഇങ്ങനെ ചെയ്യുക. അതായത് 20 പ്ലസ് വൈ എന്താ ചെയ്യണത്? അവിടെ വൈ കുറയുകയാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? -10 ഇട്ട് കൊടുക്കണം. പ്ലസ് എക്സ് ഇൻറ്റു വൈ, അവിടെയും നമ്മൾ എന്താണ്? എക്സ് 20 പോസിറ്റീവ് ആണ്, വൈ എന്താണ്? വൈ മൈനസ് ആണ്, അതുകൊണ്ട് -10 ഡിവൈഡഡ് ബൈ 100 ചെയ്തേ. വേഗം പ്രോബ്ലം ചെയ്തോളൂ. ഒരു ചതുരത്തിന്റെ നീളം 20% വർദ്ധിക്കുകയും വീതി 10% കുറയ്ക്കുകയും ചെയ്താൽ വിസ്തീർണം എത്രയാണെന്നാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് എക്സ് പ്ലസ് വൈ എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 100 ചെയ്താല് മതി അല്ലെ. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈ 100 ചെയ്താൽ മതി. ഈ ഇക്വേഷൻ വെച്ച് വേഗം ചെയ്ത് നോക്കുക. അപ്പൊ ഇത് എക്സ് ഏതാണ്? 20 ആണ്. 20 പ്ലസ് -10, -10 നമ്മൾ ഇടാൻ കാരണം വീതി 10% കുറയുന്നു എന്നതുകൊണ്ടാണ്. പ്ലസ് എന്ത് ചെയ്യുക? 20 ഇൻറ്റു വീണ്ടും ഇവിടെ -10 തന്നെ ഇടുക, ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. എത്ര കിട്ടി ഉത്തരം? എത്രയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? 8%. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ട് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ 8 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ഒരു സ്കൂളിൽ 65% പെൺകുട്ടികളാണ്. ആൺകുട്ടികളുടെ എണ്ണം 427 ആണ്. പെൺകുട്ടികളുടെ എണ്ണമാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നോക്കിയേ, ഒരു സ്കൂളില് 65% പെൺകുട്ടികളാണ്. അപ്പോ ഗേൾസ്, പെൺകുട്ടികൾ എന്ന് പറയുന്നത് 65% കണ്ടു. ഇനി ആൺകുട്ടികളുടെ ശതമാനം കാണാനായിട്ട് അല്ലെ, ബോയ്സിന്റെ ശതമാനം കാണാൻ നമുക്ക് സിമ്പിൾ ആണ്. 100-ൽ നിന്ന് 65 കുറച്ചാൽ എത്ര കിട്ടി? 35% എന്തുണ്ട് നമുക്ക് മനസ്സിലായി? ആൺകുട്ടികൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി അല്ലെ. ഇനി ഈ 35% ആണല്ലോ എന്തെന്ന് പറയുന്നത്? ഈ 427 എന്ന് പറയുന്നത് ഉറപ്പല്ലേ? അതായത് 35% എന്തെന്ന് പറയുന്നത്? 427 എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയെങ്കിൽ ഒരു സംഖ്യയുടെ, ഏതോ ഒരു സംഖ്യയുടെ 35% 427. ഇതുവരെ ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 100 ഇൻറ്റു 427 ഡിവൈഡഡ് ബൈ 35 ചെയ്താൽ മതി. പോരെ? ആണ് ചെയ്താൽ പോരെ? മതി അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 100 ഇൻറ്റു 427 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടുന്നു? 1220 കിട്ടും. ഇതെന്താണ് ഈ 1220 എന്ന് പറയുന്നത്? മൊത്തം കുട്ടികളുടെ എണ്ണമാണ് ഈ 1220 എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് 1220-ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി?
27 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 427 1220 കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 793 ഉത്തരം കിട്ടും ല്ലേ? അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം എത്രയായി? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 793. ഓക്കെ അല്ലേ? താങ്ക് യു ഓൾ.